സൂപ്പർ പ്രീമിയം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റേ ഉള്ളൂ. ശ്രീ കെ സുരേഷ് കുമാർ, ഈ IAS മാത്രമല്ല ഈ പ്രശ്നം, IPS SP മാരെ മുഴുവൻ മാറ്റിക്കൊണ്ട് കൺഫേർഡ് ആയിട്ടുള്ള IPS ഉള്ള ആളുകളെ 14 ജില്ലകളിലും വെക്കുന്നു. സ്ത്രീ സുരക്ഷയുടെ പേരിൽ ഊറ്റം കൊണ്ട് അധികാരത്തിലേക്ക് വന്ന സർക്കാർ 3 IPS ഉദ്യോഗസ്ഥരെയും വനിതകളെ, അജിത ബീഗത്തെയും നിശാന്തിനെയും ഉമാ ബഗറയെയും മാറ്റുന്നു. പിന്നെ ഈ KASുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ കലാപം, സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കാത്ത രൂപത്തിൽ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർമാരുടെ മെല്ലെപ്പൊക്ക സമരം, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയാണ്. UAPA വിവേചനപരമായി ഉപയോഗിക്കുന്നത് വരെ. അപ്പോൾ അതുകൊണ്ടാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്, ഇത് സമ്പൂർണ്ണമായ സ്തംഭനത്തിലേക്കല്ലേ പോകുന്നത്? അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ അവധി സമരമെന്ന് ശ്രീ സുരേഷ് കുമാർ? ഈ അവധി സമരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പ്രതികരണം വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം മാത്രം ആയിട്ടാണ് എനിക്കത് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ജനറലായിട്ട് ഉള്ളതാണ്. ഭരണം ഇപ്പോൾ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഇവിടെ സ്ഥാപിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തിനാണ് ഒരു എതിർപ്പ്? അത് മറ്റ് പല സംസ്ഥാനങ്ങളിലുണ്ടല്ലോ. അത് ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, പഞ്ചാബിലുണ്ട്, മിക്കവാറും സംസ്ഥാനങ്ങളിലുണ്ട്. അത് അവിടുത്തെ ഭരണം സംവിധാനം. ഇവിടെ ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസസിലെ കാഡറിലുള്ള സ്ട്രെങ്തിലെ പല ആവശ്യത്തിനുള്ള അത്രയും ആൾക്കാർ ഇവിടെ ഇല്ല. തെക്കേ അറ്റത്തുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒരുപാട് പേര് ലീവ് എടുത്തും അല്ലെങ്കിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും പോകുന്നു. 30% കാഡറിലുള്ള ആൾക്കാർ ഇല്ലാതെ ഇവിടെ ഒരു ഭരണം നടത്തി വരികയാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അതിനൊരു പോംവഴിയാണ് ഒരു മിഡിൽ ലെവൽ ഓഫീസേഴ്സിനെ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടിലൂടെ വരണം. അതൊരു ഭരണപരമായി നല്ലൊരു കാര്യം ആയിട്ട് അതിനെ കാണാൻ എന്താ ബുദ്ധിമുട്ട്? അതിന് പകരം അത് ഒരു ബ്ലാങ്കറ്റായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുക, അത് ശരിയായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജനറലായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഒന്ന് പറയാനായിട്ട് സൂചിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ ജേക്കബ് തോമസ് ആ FIR എടുക്കുന്നതിന് ഡിലേ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് എന്താ പറയുന്നത്, മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ മേ ഓൾസോ സി എന്ന് ഫയലിൽ എഴുതിയിരുന്നു മുഖ്യമന്ത്രി. അത് രണ്ടാമത്തെ കാര്യം. ഇതിൽ മുഖ്യമന്ത്രി കണ്ടിരുന്നു, മുഖ്യമന്ത്രി കണ്ട ഒരു പക്ഷേ അടുത്ത ഒരു പ്രതിയും കൂടെ ഉണ്ടാവും. ഇവിടെ പോൾ ആൻ്റണി ഫയലിൽ ചെയ്യേണ്ടത് ചെയ്തിരുന്നു. അത് മാത്രമാണ് നോക്കേണ്ടത്. അപ്പോൾ ആ വിഷയത്തിൽ എങ്ങനെയാണ് പോൾ ആൻ്റണിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ദുരുദ്ദേശപരമായ നീക്കം വിജിലൻസ് ഡയറക്ടർ നടത്തി എന്ന് പറയുന്നതിന് ഒരു ലോജിക് ഇല്ല. അതാണ് എനിക്ക് ശരി എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടത്. അവസാനമായി ശ്രീ ജോമൻ പുത്തമ്പരക്കൽ, ഈ ജേക്കബ് KM എബ്രഹാമിനെ പറ്റി പറയുന്നത്, ഒരു ശത്രുവിനെ നിശ്ചയിച്ചാൽ നിഗ്രഹിക്കുന്നിടത്ത് അവസാനിക്കുന്ന വൈരം എന്നാണ്. ഇത് ആർക്കൊക്കെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനം സാധാരണക്കാരന് അനുഭവിക്കേണ്ടി വരുന്ന നിലയിലേക്ക് വളരുന്നു. വേണു, എനിക്കിവിടെ പറയാനുള്ളത്, KM എബ്രഹാത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒക്ടോബർ 26-ാം തീയതി KM എബ്രഹാത്തിൻ്റെ വീട്ടിൽ കോടതി ഉത്തരവ് പ്രകാരം ചെന്ന് പരിശോധനയ്ക്കെന്ന SP രാജേന്ദ്രൻ വിജിലൻസ് SPക്കെതിരെ നടപടിയെടുക്കുമെന്നും നിയമസഭയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആ വിജിലൻസിൻ്റെ മേധാവി, ആ വകുപ്പ് മന്ത്രിയാണ് മുഖ്യമന്ത്രി, ആ വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയും കൂടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ശ്രീ KM എബ്രഹാം ഹരിചന്ദ്രനാണ്, സത്യസന്ധനാണ്, എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട് എന്ന് 2 സന്ദേശവും അതിൽ കൊടുത്തു. അതിൽ നിന്നും അന്വേഷണം ഈ SPക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് നടപടി എടുത്തിട്ടുമില്ല. ഈ KM എബ്രഹാത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ തെളിവുകൾ മുഴുവൻ കാര്യങ്ങൾ കോടതിയിൽ എത്തിയത് അന്വേഷണത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിജിലൻസ് SP ഇതിൽ എഴുതി വെക്കുമ്പോൾ KM എബ്രഹാത്തിൻ്റെ മൊഴിയിൽ തന്നെ പറയുന്നുണ്ട്, നന്തൻകോട്ട് ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട്, ഈ അക്കൗണ്ട് നമ്പർ എൻ്റെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടാണെന്ന് പറഞ്ഞു. അത് നന്തൻകോട്ട് ബാങ്കിൽ ചെന്ന് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽ വന്ന അക്കൗണ്ടിലെടുത്ത് വിജിലൻസ് SP കോടതി കൊടുത്തതിനകത്ത് 2 കോടി രൂപ 2.5 കോടി രൂപ അക്കൗണ്ടിൽ വന്നത് അദ്ദേഹത്തിൻ്റെ KM എബ്രഹാത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടിലാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം വരുമാനമൊന്നുമില്ല, അത് 15,000 രൂപയിൽ കൂടുതൽ സ്വത്തില്ല, പൈസ ഇല്ല എന്ന്
2015 ജൂൺ 10 ചീഫ് സെക്രട്ടറിക്ക് എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ എഴുതി കൊടുത്ത കെ എം ചുരുക്കത്തിൽ താങ്കൾ കെ എം എബ്രഹാമിനെതിരെ നടത്തുന്ന കേസിൽ കൂടുതൽ ബലവത്തായ തെളിവുകൾ വളരെ കൃത്യമല്ല. ഈ വെള്ളിയാഴ്ച ഈ കേസ് വിജിലൻസ് കോടതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുടുങ്ങുമെന്നും തുടരന്വേഷണത്തിന് പോകാനുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ രേഖയുണ്ട്. അപ്പം ആ രേഖകൾ എങ്ങനെ കളക്ട് ചെയ്തു? ആദ്യം കെ എബ്രഹാത്തിനെതിരെയുള്ള സത്യസന്ധമായ അന്വേഷണം SP നടത്തി. ശരി ശരി. അതിനുശേഷം നടപടി വരാതിരിക്കാൻ വേണ്ടി സഹായിച്ചു. ആ സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ അവധി സമരം അടക്കം നടത്തുന്നത്. അപ്പോൾ അതുൾപ്പെടെ കെ എം എബ്രഹാം, ടോം ജോസെ, ഈ പറയുന്ന IAS-കാർക്കെതിരെയുള്ള ഏത് അന്വേഷണം വന്നാലും അതിന് നേരിടേ. പിന്നെ എനിക്ക് ഒരു സെന്റൻസിൽ അനുവദിക്കും. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തോട് തന്നെ അവർ ഏത് അന്വേഷണം വന്ന് എല്ലാം പുച്ഛമാണ്. ആർക്കെതിരെ ആരോപണം വന്നാലും അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. അതിന് പകരം ഒരു പുച്ഛ മനോഭാവം, ഈ തൊടുന്നതിനെല്ലാം അന്വേഷണം വരുന്നു എന്നുള്ളൊരു പുച്ഛ മനോഭാവം, അത് ശരിയായ പ്രവണതയല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏത് അന്വേഷണം ആർക്കെതിരെയും വരണം, അത് അന്വേഷിക്കുക തന്നെ വേണം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.